സോ 11 years in the pet grooming industry. ഓക്കെ, ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഭാവന തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഒന്ന് പറയാമോ? ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഫീൽഡിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊരു സ്കിൽഡ് ജോബാണ്. അപ്പം ഈ സ്കിൽഡ് ജോബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കേഴ്സിറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകളിൽ ഇതിലേക്ക് കുറേ പേര് വരുന്നുണ്ട്. അത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. പെറ്റ്സ് കൂടിയിട്ടുണ്ട്. ഒരുപാട് പെറ്റ്സ് പുറത്തു നിന്നും ഇമ്പോർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പെറ്റ് ഷോപ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പം അതിന് പക്ഷേ പറ്റിയ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ ആളുകൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും നല്ല സ്കോപ്പുള്ളൊരു ഒരു പ്രൊഫഷനാണ് ഇതൊരു. ആകെ ഒരു കാര്യമേ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സ്ഥാപനം, ആ അക്കാഡമിയുടെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കിയിരിക്കുക. സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെ സർട്ടിഫിക്കേഷനാണ്, അത് വാലിഡ് ആണോ എന്നുള്ളതൊന്നും മനസ്സിലാക്കുക. ദെൻ അവരുടെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ക്രെഡിബിലിറ്റീസും മനസ്സിലാക്കുക. ബേസിക്കലി ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലത്ത് ചെയ്യുക. സോ ദാറ്റ് അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ നോളജ്. യെസ്.